ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്ന ടോപ്പിക്കാണ്. കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ കമ്പ്യൂട്ടർ ജനറേഷൻസ് എന്ന ടോപ്പിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ കമ്പ്യൂട്ടറിന്റെ ഡെഫിനിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് ഡേറ്റ, പ്രോസസ് ഇറ്റ് ആൻഡ് ഗീവ്സ് മീനിങ് ഫുൾ ഇൻഫർമേഷൻ. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സ്വീകരിച്ച് ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ തരികയാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനെ എന്താണ് ഒരു പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് വിളിക്കാം. ഡേറ്റ പ്രോസസ്സിംഗ് സിസ്റ്റം. ഈ ഡേറ്റയെ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുന്നത്? ഡേറ്റ പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് നമ്മളിവിടെ ഡെഫിനിഷൻ പറഞ്ഞത്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്സ് ഡേറ്റ, പ്രോസസ് ഇറ്റ് ആൻഡ് ഗീവ്സ് മീനിങ് ഇൻഫർമേഷൻ. ഓക്കെ, നമുക്കൊരു ചോദ്യം നോക്കാം. പ്രോസസ് ഡേറ്റ ഈസ് കോൾഡ്. പ്രോസസ്സ് ചെയ്ത ഡേറ്റ എന്താണ് പറയുന്നത്? പ്രോസസ്സ് ചെയ്ത ഡേറ്റയാണ് ഇൻഫർമേഷൻ അല്ലേ. നമ്മൾ പഠിച്ചതാണ്. എന്താണ് പ്രോസസ് ഡേറ്റ ഈസ് കോൾഡ്? ഇൻഫർമേഷൻ. ഡേറ്റയുടെ ഇൻഫർമേഷൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇവിടെ നോക്കാം. എന്താണ് ഡേറ്റ? എ കളക്ഷൻ ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഈസ് കോൾഡ് ഡേറ്റ. ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റിൽ നൽകുന്ന വസ്തുതകളെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കാനായിട്ട് നമ്മൾ ഇൻപുട്ട് യൂണിറ്റിൽ കൊടുക്കുന്ന ആ വസ്തുതകളെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫർമേഷൻ? പ്രോസസ് ഡേറ്റ. പ്രോസസ്സ് ചെയ്ത ഡേറ്റയാണ് ഇൻഫർമേഷൻ അല്ലേ. നമ്മളിവിടെ പഠിച്ചതാണ്. ഈ ഡേറ്റ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കമ്പ്യൂട്ടർ തരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ പ്രോസസ് ഡേറ്റ ഈസ് കോൾഡ് ഇൻഫർമേഷൻ. ഇനി ഈ ഡേറ്റ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ആക്ഷൻസിനെ എന്താണ് നമ്മൾ പറയുന്നത്? ഡേറ്റ പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. എ സെറ്റ് ഓഫ് ആക്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പ്യൂട്ടർ ടു കൺവേർട്ട് ഡേറ്റ ഇൻടു ഇൻഫർമേഷൻ ഈസ് കോൾഡ് ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഈ 3 ടേംസ് ഇവിടെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഡേറ്റ, ഇൻഫർമേഷൻ, ഡേറ്റ പ്രോസസ്സിംഗ്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ഡേറ്റ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്, ഏത് വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്? ഡേറ്റം. എക്സാമിന് ചോദിച്ചാണ്. ഡേറ്റം എന്ന വാക്കിൽ നിന്നാണ് ഡേറ്റ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, കമ്പ്യൂട്ടർ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്? കമ്പ്യൂട്ടർ. എക്സാമിന് ഇതും ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടേഴ്സ് എന്ന വാക്കിൽ നിന്നാണ് കേട്ടോ. കമ്പ്യൂട്ടേഴ്സ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വാക്ക് ഉത്ഭവിച്ചിരിക്കുന്നത്. ഡേറ്റം എന്ന വാക്കിൽ നിന്നാണ് ഡേറ്റ എന്ന വാക്കിലേക്ക് വന്നത് കേട്ടോ. ഡേറ്റ. കമ്പ്യൂട്ടർ ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? കമ്പ്യൂട്ടർ ഒരു ലാറ്റിൻ പദമായ കമ്പ്യൂട്ടേഴ്സിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഈ 2 പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഡേറ്റ ഇൻഫർമേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ചോദ്യം നമുക്ക് നോക്കാം. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ നൽകുന്ന പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസിന് എന്താണ് പറയുന്നത്? എ ഡേറ്റ, ബി കോഡ്, സി ഡോക്യുമെന്റേഷൻ, ഡി ഡേറ്റാബേസ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ് ആൻസർ? ഡേറ്റ ആണോ എന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ പക്ഷേ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് നൽകുന്ന പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിന് എന്താണ് പറയുന്നത്? നമ്മൾ ഇൻപുട്ട് യൂണിറ്റിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി ഇൻപുട്ട് ചെയ്യുന്ന വസ്തുതകളെയാണ് ഡേറ്റ എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ പക്ഷേ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസിനെ കോഡ് എന്നാണ് പറയുന്നത്. കോഡ്. ഓക്കെ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ കമ്പ്യൂട്ടർ, കോഡ്. ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ആഡ് ചെയ്യുന്നത്. അതുകൂടി നോട്ട് ചെയ്യാം. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരു നോട്ടിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ടോപ്പിക് വൈസ് നോട്ട്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഈസി ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ലാസ്റ്റിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി, ഒരു മോഡൽ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിശീലിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തൊട്ട് തന്നെ എല്ലാ ടോപ്പിക്കും കറക്റ്റായിട്ടൊരു നോട്ടിൽ എഴുതി പോവുകയാണെങ്കിൽ ലാസ്റ്റ് എക്സാമുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എല്ലാവരും നോട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞ ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എ ബിൽ ഗേറ്റ്സ്, ബി ചാൾസ് ബാബേജ്, സി റിച്ചാർഡ് സ്റ്റാൾമാൻ,
ഡി. മാർക്ക് സക്കർബർഗ്. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി. ബാക്കിയുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ബിൽ ഗേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ട് എന്താണ്? മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകൻ ആരാണ്? ബിൽ ഗേറ്റ്സും പോൾ അലനും ആണ് അല്ലേ? ബിൽ ഗേറ്റ്സും പോൾ അലനും ആണ് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകർ. ഈ റിച്ചാർഡ് സ്റ്റാൾമാൻ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ സ്ഥാപകനാണ് റിച്ചാർഡ് സ്റ്റാൾമാൻ ആണ്. ഏത് വർഷമാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് അദ്ദേഹം? 1985-ലാണ്. 1985-ലാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ സ്ഥാപകർ ആരാണ്? റിച്ചാർഡ് സ്റ്റാൾമാൻ. മാർക്ക് സക്കർബർഗ് ഫേസ്ബുക്കിന്റെ സ്ഥാപകനാണ് അല്ലേ? എല്ലാവർക്കും അറിയാം ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ആരാണ്? മാർക്ക് സക്കർബർഗ് ആണ്. നമ്മുടെ ഒരു ചോദ്യം ഇതായിരുന്നു, കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ്. ഇനി ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ എന്നിവയുടെ പിതാവ് ആരാണ്? അത് ആരാണ്? ചാൾസ് ബാബേജ് ആണല്ലേ? ആരാണ്? ചാൾസ് ബാബേജ് ആണ്. അനലിറ്റിക്കൽ എഞ്ചിൻ, ഡിഫറൻസ് എഞ്ചിൻ എന്നിവയുടെ പിതാവ് ചാൾസ് ബാബേജ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ആരൊക്കെയാണ്? അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ആരാണ്? കമ്പ്യൂട്ടറിന്റെ പിതാവ് ചാൾസ് ബാബേജ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. ഇപ്പം നോട്ട് ചെയ്യുക, ആധുനിക കമ്പ്യൂട്ടറിന്റെ പിതാവാണ് അലൻ ട്യൂറിംഗ്. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ഷിക്കാർഡ് ആണ് കമ്പ്യൂട്ടർ യുഗത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. വില്യം ഷിക്കാർഡ്. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറാണ് അഡാ ലവ്ലേസ്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആരെന്ന് ചോദിച്ചാൽ അഡാ ലവ്ലേസ് ആണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ, ഇപ്പം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ എല്ലാവരും. ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ എന്നിവയുടെ പിതാവ് ചാൾസ് ബാബേജ് ആണ് അല്ലേ? ഇപ്പം നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചാൾസ് ബാബേജിനെ കുറിച്ച് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. അതുപോലെ ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ എന്നിവയുടെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ് ആണ് അല്ലേ? ഈ എന്താണ് ഡിഫറൻസ് എഞ്ചിൻ, എന്താണ് അനലിറ്റിക്കൽ എഞ്ചിൻ എന്നുകൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഡിഫറൻസ് എഞ്ചിൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനും അതുപോലെ മാത്തമാറ്റിക്കൽ ടേബിൾസ് കമ്പൈൽ ചെയ്യാനും അവയുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യാനുമാണ് ഡിഫറൻസ് എഞ്ചിൻ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇതിനു വേണ്ടിയാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനും അവയുടെ റിസൾട്ട്സ് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യാനുമാണ് ഡിഫറൻസ് എഞ്ചിൻ ഉപയോഗിച്ചിരുന്നത്. അനലിറ്റിക്കൽ എഞ്ചിൻ 1833-ലാണ് ചാൾസ് ബാബേജ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മുടെ മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടറിന് ഉണ്ടായിരുന്ന പല ഫീച്ചേഴ്സും അനലിറ്റിക്കൽ എഞ്ചിനകത്തും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു മെമ്മറി ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രോസസ്സറുണ്ട്. മില്ലെന്ന് അറിയപ്പെടുന്ന ഒരു പ്രോസസ്സറും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനും അതുപോലെ മാത്തമാറ്റിക്കൽ ടേബിൾസ് കമ്പൈൽ ചെയ്യാനും അവരുടെ റിസൾട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യാനുമാണ് എന്താണ് ഡിഫറൻഷ്യൽ എഞ്ചിൻ ഉപയോഗിച്ചിരുന്നത് അല്ലേ? അതുപോലെ അനലിറ്റിക്കൽ എഞ്ചിൻ എന്തിനാണ് ഉപയോഗിച്ചത്? 1833-ലാണ് അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്ന പല പ്രത്യേകതകളും അനലിറ്റിക്കൽ എഞ്ചിന് ഉണ്ടായിരുന്നു. ഇതിന് ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, ഒരു മെമ്മറി ഉണ്ടായിരുന്നു. ഈ ഒരു മെമ്മറിയിൽ എന്താണ് 1000 ഡിജിറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി ഉണ്ടായിരുന്നു. 40 ഡെസിമൽ പോയിന്റ്സ് ഉള്ള 1000 ഡിജിറ്റ്സ്. അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോസസ്സർ ഉണ്ടായിരുന്നു. ആ പ്രോസസ്സറിന്റെ പേരാണ് മിൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കമ്പ്യൂട്ടിംഗ് മെഷീൻ്റെ എവല്യൂഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് അബാക്കസ്? ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? അബാക്കസ് ആണ് ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം എന്ന് അറിയപ്പെടുന്നത് അല്ലേ? അത് കാൽക്കുലേറ്റിംഗ് ബോർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അബാക്കസ് ആണ്. അപ്പോൾ ഇതാണ് അബാക്കസ്. ഓക്കെ, അപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന കാൽക്കുലേറ്റിംഗ് യന്ത്രം ഏതെന്ന് ചോദിച്ചാൽ അത് അബാക്കസ് ആണ്. കമ്പ്യൂട്ടറിന്റെ മുൻഗാമി എന്നറിയപ്പെട്ടിരുന്ന കാൽക്കുലേറ്റിംഗ് യന്ത്രം. ഓക്കെ, നോട്ട് ചെയ്യുക അബാക്കസ്. ഇനി നേപ്പിയേഴ്സ് ബോൺ ഇതാണ് കേട്ടോ. ഇതാണ് നേപ്പിയേഴ്സ് ബോൺ. നേപ്പിയേഴ്സ് ബോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ നേപ്പിയർ ആണ് നേപ്പിയേഴ്സ് ബോൺ കണ്ടുപിടിച്ചത്. എന്തിനു വേണ്ടിയാണ് നേപ്പിയേഴ്സ് ബോൺ ഉപയോഗിച്ചത്? മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചൊരു യന്ത്രമാണ് നേപ്പിയേഴ്സ് ബോൺ.
നേപ്പിയേഴ്സ് ബോർഡ് കണ്ടുപിടിച്ചത് ജോൺ നേപ്പിയർ ആണ്. എന്തിനു വേണ്ടിയാണ്? മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നേപ്പിയേഴ്സ് ബോർഡ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതാണ് നേപ്പിയേഴ്സ് ബോർഡ്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് പാസ്കലൈൻ. അപ്പോൾ ഇത് അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു മെഷീനാണ് പാസ്കലൈൻ. ആരാണ് കണ്ടുപിടിച്ചത്? ബ്ലേസ് പാസ്കൽ ആണ് പാസ്കലൈൻ കണ്ടുപിടിച്ച വ്യക്തി. ബ്ലേസ് പാസ്കൽ. ഇപ്പം നോട്ട് ചെയ്യുക, ബ്ലേസ് പാസ്കൽ ആണ് പാസ്കലൈൻ കണ്ടുപിടിച്ചത്. അരിത്തമെറ്റിക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയാണ് പാസ്കലൈനും ഉപയോഗിച്ചിരുന്നത്. നെക്സ്റ്റ് ലെബനീസ് കാൽക്കുലേറ്റർ ആണ്. അപ്പോൾ ഇതാണ് കേട്ടോ ലെബനീസ് കാൽക്കുലേറ്റർ. ലെബനീസ് കാൽക്കുലേറ്റർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഈ ബ്ലേസ് പാസ്കലിൻ്റെ ഐഡിയ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച ഒരു മെഷീനാണ് ലെബനീസ് കാൽക്കുലേറ്റർ. അപ്പോൾ ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഇവിടെ ചെയ്തിരുന്നു. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ലെബനീസ് കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ജാക്വേർഡ് ലൂമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ജാക്വേർഡ് ലൂം. ജാക്വേർഡ് ലൂം ഒരു മെക്കാനിക്കൽ ലൂമാണ്. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച മെക്കാനിക്കൽ ലൂമാണ് ജാക്വേർഡ്സ് ലൂം. അപ്പോൾ ആരാണ് ഇപ്പോൾ ഈ ഒരു ജാക്വേർഡ്സ് ലൂം കണ്ടുപിടിച്ച വ്യക്തി? ആരാണ്? ജോസഫ് ജാക്വേർഡ് ആണ്. ജോസഫ് മേരി ജാക്വേർഡ് ആണ് ജാക്വേർഡ്സ് ലൂം കണ്ടുപിടിച്ച വ്യക്തി. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ജാക്വേർഡ്സ് ലൂം ഉപയോഗിച്ചിരുന്നത്? ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ വീവിങ് കൺട്രോൾ ചെയ്യുന്നത് പഞ്ച് കാർഡ്സ് ആയിരുന്നു. വീവിങ് കൺട്രോൾ ചെയ്യുന്നത് പഞ്ച് കാർഡായിരുന്നു. അതുകൂടി നോട്ട് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അബാക്കസ് ആയിരുന്നു ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് യന്ത്രം എന്ന് നമ്മൾ പഠിച്ചു. നേപ്പിയർ ബോർഡ് ആരാണ് കണ്ടുപിടിച്ചത്? ജോൺ നേപ്പിയർ ആണ്. ഇതിനു വേണ്ടിയാണ് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നേപ്പിയേഴ്സ് ബോർഡ് ഉപയോഗിച്ചിരുന്നത്. ബ്ലേസ് പാസ്കൽ ആണ് പാസ്കലൈൻ കണ്ടുപിടിച്ചത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. അതുപോലെ ഈ ഒരു ബ്ലേസ് പാസ്കലിൻ്റെ ഐഡിയ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച മറ്റൊരു മെഷീനാണ് ലെബനീസ് കാൽക്കുലേറ്റർ. ലെബനീസ് കാൽക്കുലേറ്ററിൽ ഇവിടെ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും കൂടി ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ജാക്വേർഡ് ലൂം ഇൻവെൻറ്റ് ചെയ്തത് ജോസഫ് ജാക്വേർഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചതാണ് ജാക്വേർഡ്സ് ലൂം. ഇവിടെ പഞ്ച് കാർഡ് ആണ് വീവിങ് പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്കിവിടെ ഒരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്? ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ആയിട്ടുള്ള ഏനിയാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. രണ്ടാമത്തെ ഓപ്ഷൻ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ഓ കമ്പ്യൂട്ടർ. ഇലക്ട്രോ ന്യൂമറിക് ഇൻ്റഗ്രേറ്റീവ് കമ്പ്യൂട്ടർ ആണ് നാലാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേഷൻ ആണ് PSCയുടെ ആൻസർ. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഓക്കെ, ഏനിയാക് ആണ് ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉള്ളതാണ് ഏനിയാക് എന്ന് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഓരോ ജനറേഷൻസിനെ പറ്റി പഠിക്കാം. കമ്പ്യൂട്ടർ ജനറേഷൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ടറിലേക്ക് ഇവോൾവ് ആയത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ കമ്പ്യൂട്ടറിലേക്കുള്ള ആധുനിക കമ്പ്യൂട്ടറിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് 5 ജനറേഷനിലായിട്ടാണ് സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ആ ഓരോ ജനറേഷൻസിനെ നമ്മൾ എന്താണ് ഓരോ കമ്പ്യൂട്ടർ ജനറേഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ 5 ജനറേഷനാണ് നമ്മൾ കമ്പ്യൂട്ടർ ജനറേഷനിൽ പഠിക്കുന്നത്. ആദ്യത്തെ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച ടെക്നോളജി ഏതാണ്? വാക്വം ട്യൂബ്സ് ആണ് അല്ലേ. ആദ്യത്തെ ജനറേഷൻ കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ്സ് ആണ്. വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോൺ എ ഫ്ലെമിംഗ് ആണ് വാക്വം ട്യൂബ്സ് കണ്ടുപിടിച്ച വ്യക്തി. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിലെ ഇന്റേണൽ സ്റ്റോറേജിനായിട്ട് ഉപയോഗിച്ചിരുന്നത് മാഗ്നറ്റിക് ഡ്രംസ് ആണ് കേട്ടോ. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇന്റേണൽ സ്റ്റോറേജിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? മാഗ്നറ്റിക് ഡ്രംസ് ആണ്. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ. മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. ഇനി ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? പഞ്ച്ഡ് കാർഡ്സ് ആയിരുന്നു കേട്ടോ. പഞ്ച്ഡ് കാർഡ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇൻപുട്ടിനായിട്ട് ഉപയോഗിച്ചിരുന്നത് പഞ്ച് കാർഡ്സ് ആയിരുന്നു. ഇനി ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു?
ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് പേപ്പർ ടേപ്സ് ആയിരുന്നു. പേപ്പർ ടേപ്സ്. അപ്പോൾ ഈ 2 പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന ടെക്നോളജി വാക്യൂം ട്യൂബ്സ് ആണ്. ജോൺ ഫ്ലെമിംഗ് ആണ് വാക്യൂം ട്യൂബ്സ് കണ്ടുപിടിച്ചത് നമ്മൾ പഠിച്ചു. ഇനി ഇന്റേണൽ സ്റ്റോറേജിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്താണ്? മാഗ്നറ്റിക് ഡ്രംസ് അല്ലേ, അഥവാ കാന്തിക ഡ്രംസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ലാംഗ്വേജ് ഉപയോഗിച്ചിരുന്നത് ഏത് ഭാഷയാണ്? മെഷീൻ ലാംഗ്വേജ് അവിടെ ഉപയോഗിച്ചത്. ഇൻപുട്ടിനായിട്ട് പഞ്ച് കാർഡ്സും ഔട്ട്പുട്ടിനായിട്ട് പേപ്പർ ടേപ്സും ആണ്. ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഇനി ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂണിവാക്, ഏനിയാക്, എഡ്വാക്, എഡ്സാക് തുടങ്ങിയവ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിളാണ്. ഓരോന്നിൻ്റെയും ഫുൾ ഫോം നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? യൂണിവാക്, ഏനിയാക്, എഡ്വാക്, എഡ്സാക്. ഓക്കെ, യൂണിവാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടറാണ് യൂണിവാക്കിൻ്റെ ഫുൾ ഫോം. ഇനി ഇവിടെ പ്രോസസ്സിൻ്റെ സ്പീഡ് അളന്നിരുന്നത് ഏത് യൂണിറ്റിലാണ്? മില്ലി സെക്കൻഡ്സിലാണ് പ്രോസസ്സിൻ്റെ സ്പീഡ് അളന്നിരുന്നത്. ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വളരെ വലിയ സൈസിലുള്ള ഒരു കമ്പ്യൂട്ടറാണ്. ഒരു റൂമിൻ്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നു ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ജനറേഷനിൽ. ഏതൊക്കെയാണ് നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞത്? ഏനിയാക്, യൂണിവാക്, എഡ്വാക്, എഡ്സാക് അല്ലേ. ഇതിൽ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക് ആണെന്ന് നമ്മൾ പഠിച്ചു. ഏനിയാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ഇപ്പോൾ PSCയുടെ ഓപ്ഷനിൽ കാൽക്കുലേറ്റർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അല്ലാതെ കമ്പ്യൂട്ടർ എന്നാണ് ഏനിയാക്കിൻ്റെ ഫുൾ ഫോം പറയുന്നത്. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. PSC ചോദിച്ചപ്പോഴൊക്കെ PSCയുടെ ആൻസർ കീയിലുണ്ടായിരുന്നത് കാൽക്കുലേറ്റർ ആണ്. PSC ആൻസറായിട്ട് തന്നിട്ടുള്ളത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ്? അത് യൂണിവാക് ആണ് കേട്ടോ. ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ യൂണിവാക് ആണ്. യൂണിവാക്കിൻ്റെ ഫുൾ ഫോം ആണ് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് യൂണിവാക്കിൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ് എഡ്വാക്കും എഡ്സാക്കും. എഡ്വാക്കിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് എഡ്വാക്കിൻ്റെ ഫുൾ ഫോം. ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. എഡ്സാക്കിൻ്റെ ഫുൾ ഫോം ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ് എഡ്സാക്കിൻ്റെ ഫുൾ ഫോം. ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് 1ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ? ഏനിയാക്, യൂണിവാക്, എഡ്വാക്, എഡ്സാക്. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏനിയാക് ആണ്. ആദ്യത്തെ കൊമേഴ്ഷ്യൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാണ്? യൂണിവാക് ആണെന്ന് പഠിക്കുക. ഏനിയാക്കിനെ കുറിച്ചുള്ളൊരു ഹിസ്റ്റോറിക് ബോർഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഏത് വർഷമാണ് ഏനിയാക്ക് കണ്ടുപിടിച്ചത്? 1946 കേട്ടോ. 1946 കണ്ടുപിടിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ജെ പ്രെസ്പർ എക്കോട്ടും അതുപോലെ ജോൺ W മോഷ്ലിയുമാണ് ഏനിയാക്ക് കണ്ടുപിടിച്ചത്. ഏനിയാക്ക് വികസിപ്പിച്ചത് എടുത്തത് ആരൊക്കെയാണ്? ജെ പ്രെസ്പർ എക്കോട്ടും ജോൺ W മോഷ്ലിയോ ആണ്. ഏത് വർഷമാണ്? 1946. 1946 അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലാണ് ഏനിയാക്ക് വികസിപ്പിച്ചത്. ആരൊക്കെയാണെന്ന് കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏനിയാക്കിനെ പറ്റി ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് ആണ് അല്ലേ. 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിന് ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഏത് ഭാഷയാണ്? അസംബ്ലി ലാംഗ്വേജ് ആണ് 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ പഠിച്ചു മെഷീൻ ലാംഗ്വേജ് ആണ്. 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത് അസംബ്ലി ലാംഗ്വേജ് ആണ്. അസംബ്ലി ലാംഗ്വേജ് ഒരു ലോ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലേ. മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ്. ഇവിടെ മെമ്മറി സ്റ്റോറേജിനായിട്ട് എന്താണ് ഉപയോഗിച്ചത്? മാഗ്നറ്റിക് ടേപ്സും അതുപോലെ മാഗ്നറ്റിക് ഡ്രംസുമാണ് മെമ്മറി സ്റ്റോറേജിനായിട്ട് ഉപയോഗിച്ചത്. IBM 1401 ഒരു സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ ആണ്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എന്നുള്ളത്? IBM 1401 നോട്ട് ചെയ്യുക. അത് കൂടാതെ IBM 1620, IBM 7094, CDC 1604, CDC 3600,
മാർക്ക് 3, അറ്റ്ലസ് തുടങ്ങിയവയെല്ലാം 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ പ്രോസസ്സിൻ്റെ സ്പീഡ് അളക്കുന്നത് മൈക്രോ സെക്കൻഡ്സിലാണെന്ന് കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 2ാം ജനറേഷൻ കമ്പ്യൂട്ടറിലേക്ക് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 1ാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്താണ്, ഒരു വലിയ മുറിയുടെ ഒരു സൈസ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ സൈസ് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹീറ്റൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 2ാം ജനറേഷനിലേക്ക് വരുമ്പം ഈ ഒരു ഡിസഡ്വാൻറ്റേജ് ഒക്കെ കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരുന്നത് എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ് ആണെന്ന് പഠിക്കുക. ഏത് ഭാഷയാണ്, അസംബ്ലി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. മെമ്മറി സ്റ്റോറേജിനായിട്ട് മാഗ്നറ്റിക് ടേപ്സും മാഗ്നറ്റിക് ഡ്രംസും ഉപയോഗിച്ചിരുന്നു. ഇനി എക്സാമ്പിൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു, അത് നോട്ട് ചെയ്യുക. ഇവിടെ പ്രോസസ്സിൻ്റെ സ്പീഡ് അളക്കുന്നത് മൈക്രോ സെക്കൻഡ്സിലാണ്. എന്താണ് നമ്മൾ അഡ്വാൻറ്റേജ് ഇവിടെ പറഞ്ഞത്, ഈ ഒരു 2nd ജനറേഷൻ കമ്പ്യൂട്ടറിൽ വാക്വം ട്യൂബ്സിന് പകരം ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ്. അതുപോലെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ സൈസും കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ സൈസും ഇവിടെ കുറഞ്ഞിട്ടുണ്ട്, താപം ഉൽപ്പാദിപ്പിക്കുന്നതും കുറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് 3ാം ജനറേഷൻ കമ്പ്യൂട്ടർ നോക്കാം. IC ചിപ്സ് ആർ യൂസ്ഡ് ഇൻ വിത്ത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ. ഏത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് IC ചിപ്പുകൾ ഉപയോഗിച്ചിരുന്നത്? A, 1st ജനറേഷൻ, B, 2nd ജനറേഷൻ, C, 3rd, D, 4th ജനറേഷൻ. ആൻസർ ഇവിടെ ഓപ്ഷൻ C ആണ്. 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് IC ചിപ്പുകൾ ഉപയോഗിച്ചത്. അപ്പോൾ 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ച ടെക്നോളജി ഏതാണ്? IC ചിപ്പാണ് അല്ലേ? IC ചിപ്പാണ് ഉപയോഗിച്ചത്. ഇവിടെ ഉപയോഗിച്ച ഭാഷ ഏത് ഭാഷയാണ്? ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ബോർഡ് പോലുള്ള ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത്. പ്രോസസ്സിൻ്റെ സ്പീഡ് അളക്കുന്നത് നാനോ സെക്കൻഡ്സിലാണ്. പ്രോസസ്സിൻ്റെ സ്പീഡ് അളക്കുന്നത് IC ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു അല്ലേ? IC ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്? ജാക്ക് കിൽബി ആണ് IC ഇൻവെൻറ്റ് ചെയ്തത്. എക്സാമിന് ചോദിക്കുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആർ ഇൻവെൻറ്റഡ് ബൈ ജാക്ക് കിൽബി. നമ്മൾ പഠിച്ചായിരുന്നു 2nd ജനറേഷനിൽ എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആയിരക്കണക്കിന് ട്രാൻസിസ്റ്റേഴ്സ് ചേർന്നാണ് ഈ ഒരു IC ചിപ്പ് നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇതിന് മുൻപുള്ള ജനറേഷനെ കാട്ടിലും വീണ്ടും 3ാമത്തെ ജനറേഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ സൈസ് വീണ്ടും കുറയുന്നുണ്ട്. അപ്പോൾ 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് മൗസും കീബോർഡും ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത്. ഏത് ജനറേഷനിലാണ്? 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് മൗസും കീബോർഡും ഉപയോഗിച്ച് തുടങ്ങിയത്. ഓക്കെ, IC ചിപ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? IBM 360 ആണ്. IBM 360. 3rd ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? IBM 360, IBM 370, TDC 316 തുടങ്ങിയവയെല്ലാം 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് എന്താണ്, ഇവിടെ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താണ് ഉപയോഗിച്ചത്? ഇൻ്റഗ്രേറ്റഡ് ചിപ്സ് IC ചിപ്പുകളാണ് ഉപയോഗിച്ചത്. ഏത് ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്? ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ്, കൊബോൾ പോലെയുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. പ്രോസസ്സിൻ്റെ സ്പീഡ് നാനോ സെക്കൻഡ്സിലാണ്. ഒന്നുകൂടി എന്താണ്, സ്പീഡ് കൂടി അല്ലേ? 2nd ജനറേഷനെക്കാട്ടിലും 3rd ജനറേഷനിലേക്ക് വന്നപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് കൂടുതലാണ്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആരാണ് ഇൻവെൻറ്റ് ചെയ്തത്? ജാക്ക് കിൽബി ആണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഇൻവെൻറ്റ് ചെയ്തത്. 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിളാണ് IBM 360, IBM 370, TDC 316 തുടങ്ങിയവ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയാണ് കേട്ടോ. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ജനറേഷൻ കമ്പ്യൂട്ടറാണ്? ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ജനറേഷനിലുള്ളതാണ്? 4ാം ജനറേഷനിലുള്ള കമ്പ്യൂട്ടറാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ്റർനെറ്റ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. ഇവിടെ ഉപയോഗിക്കുന്ന എന്താണ് ഉപയോഗിക്കുന്നത്? മൈക്രോ പ്രോസസ്സേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 3ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്താണ് നമ്മൾ പഠിച്ചത്? IC ആണ് ഉപയോഗിക്കുന്നത്. ഈ ആയിരക്കണക്കിന് IC ഒരു സിലിക്കോൺ ചിപ്പിൽ ഇൻക്ലൂഡ് ചെയ്താണ് മൈക്രോ പ്രോസസ്സർ നിർമ്മിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് മൈക്രോ പ്രോസസ്സറാണ്. ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏതാണ്? Intel 4004 ആണ് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ. ഏതാണ്? Intel 4004 ആണ് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ. അത് നോട്ട് ചെയ്യുക. 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി VLSI ആണ് കേട്ടോ. VLSIയുടെ ഫുൾ ഫോം എന്താണ്? വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് VLSIയുടെ ഫുൾ ഫോം. വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇവിടെ പ്രോസസ്സറിൻ്റെ സ്പീഡ് ആക്കുന്ന യൂണിറ്റ് പൈക്കോ സെക്കൻഡ്സിലാണ്. നമ്മൾ പഠിച്ചു Intel 404 ആണ് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ അല്ലേ. ഈ ഒരു മൈക്രോ പ്രോസസ്സേഴ്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് മൂലകമാണ്? സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ് മൈക്രോ പ്രോസസ്സർ നിർമ്മിക്കുന്നത്.
സിലിക്കോൺ ആണ്. അതുകൊണ്ട് നോട്ട് ചെയ്യുക. 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിളുകൾ IBM 4341, DEC 10, Star 1000, Cray 1 തുടങ്ങിയവ 4ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളാണ്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, നിലവിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഏത് ജനറേഷനിൽ വരുന്നതാണ്? 4ാം ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയത് 4ാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി VLSI ടെക്നോളജിയാണ്. VLSIയുടെ ഫുൾ ഫോം വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് VLSIയുടെ ഫുൾ ഫോം. ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ ഏതാണ്? Intel 4004 ആണ് ആദ്യത്തെ മൈക്രോ പ്രോസസ്സർ. എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ചോദ്യം, ദ 5th ജനറേഷൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ വിൽ ബി. 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ഏത് ടെക്നോളജിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് കേട്ടോ. 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഏത് ടെക്നോളജിയാണ്? ULSI ടെക്നോളജിയാണ്. ULSIയുടെ ഫുൾ ഫോം ആണ് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ULSIയുടെ ഫുൾ ഫോം. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഉൾപ്പെടുന്നത് ഏത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ്? 5ാം ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉൾപ്പെടുന്നത്. അപ്പോൾ 5ാം ജനറേഷൻ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ്. ഉപയോഗിച്ച ടെക്നോളജി ഏതാണ്? ULSI ടെക്നോളജിയാണ്. ഫുൾ ഫോം ആണ് അൾട്രാ ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഓക്കെ, ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാമിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദിച്ചാണ് ജോൺ മെക്കാർത്തിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1955 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആരാണ്? ജോൺ മെക്കാർത്തിയാണ് ഉപയോഗിച്ചത്. അദ്ദേഹത്തിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഓപ്പൺ AI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? ഓപ്പൺ AI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയാണ്. ഈ കമ്പനിയുടെ സ്ഥാപകൻ്റെ പേരെന്താണ്? ഇലോൺ മസ്ക് ആണ് കേട്ടോ. ഇലോൺ മസ്ക് ആണ് ഓപ്പൺ AI എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയുടെ സ്ഥാപകൻ. ചാറ്റ് ബോട്ട് എന്നാൽ എന്താണ്? ചാറ്റ് ബോട്ട് ഒരു മനുഷ്യർ സംസാരിക്കുന്ന പോലെ, നമ്മൾ സംസാരിക്കുന്നത് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് ചാറ്റ് ബോട്ട് എന്നറിയപ്പെടുന്നത്. മനുഷ്യർ സംസാരിക്കുന്നത് പോലെ ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് ചാറ്റ് ബോട്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോട്ടുകളാണ് ബോബും ആലീസും. ഓക്കെ, ബോബും ആലീസും ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോട്ടാണ്. എന്നാൽ ഇത് ഫേസ്ബുക്ക് റീകോൾ ചെയ്ത ചാറ്റ് ബോട്ട്സ് ആണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യർക്ക് പോലും മനസ്സിലാവാത്ത ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഫേസ്ബുക്ക് റീകോൾ ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോട്ടുകളായിരുന്നു ബോബും ആലീസും. അപ്പോൾ നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ മെക്കാർത്തിയാണ്. 1955 ഈ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓപ്പൺ AI എന്ന കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനിയുടെ സ്ഥാപകൻ ആരാണ്? ഇലോൺ മസ്ക് ആണ്. എന്താണ് ചാറ്റ് ബോട്ട്? നമ്മൾ മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനെയാണ് നമ്മൾ ചാറ്റ് ബോട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ്ബുക്കിൻ്റെ ചാറ്റ് ബോട്ടുകളാണ് ബോബ് ആൻഡ് ആലിങ്സ്. ഫേസ്ബുക്ക് റീകോൾ ചെയ്ത ചാറ്റ് ബോട്ടുകളാണ്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, സോഫിയ എന്ന റോബോട്ട് അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോഫിയ എന്ന റോബോട്ട് സിറ്റിസൺഷിപ്പ് ലഭിച്ച ആദ്യത്തെ റോബോട്ടാണ് സോഫിയ. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ടാണ് സോഫിയ എന്ന റോബോട്ട്. ഹാൻസൺ റോബോട്ടിക്സ് ആണ് സോഫിയ എന്ന റോബോട്ട് നിർമ്മിച്ചത്. അപ്പോൾ സോഫിയയ്ക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്ത ആദ്യത്തെ രാജ്യം ഏതാണ്? ഏത് രാജ്യമാണ് സിറ്റിസൺഷിപ്പ് കൊടുത്തത്? സൗദി അറേബ്യ ആണ്. സിറ്റിസൺഷിപ്പ് ലഭിച്ച ആദ്യത്തെ റോബോട്ട് ഏതാണ്? സോഫിയ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ടാണ് സോഫിയ. മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കാൻ കഴിയുന്നത്, അതുപോലെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന റോബോട്ടാണ്. ഒരു ഹ്യൂമനോയിഡ് റോബോട്ടാണ് സോഫിയ. അതുപോലെ ഏത് ബോളിവുഡ് നടിയുടെ മുഖഛായയാണ് സോഫിയ എന്ന റോബോട്ടിനുള്ളത്? ഓഡ്രി ഹെബ്ബേൺ ആണ്. ഈ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കമ്പ്യൂട്ടർ ജനറേഷൻസിനെ പറ്റി നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. 5 ജനറേഷൻ നമ്മൾ പഠിച്ചു. ഈ ഒരു ടേബിളിലായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോ ജനറേഷനിലും ഏതൊക്കെ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം.
ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഏത് ടെക്നോളജിയാണ്, വാക്വം ട്യൂബ്സ് ആണ് ഉപയോഗിച്ചതെന്ന് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്താണ്, ട്രാൻസിസ്റ്റേഴ്സ് ആണല്ലേ ഉപയോഗിച്ചത്. മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്, ട്രാൻസിസ്റ്ററെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ് ഉപയോഗിച്ചത്. നാലാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ മൈക്രോ പ്രോസസ്സറാണ് ഉപയോഗിച്ചത്. അഞ്ചാം ജനറേഷൻ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിലും രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒന്നാം ജനറേഷനിലും രണ്ടാം ജനറേഷനിലും ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ മൂന്നാം ജനറേഷൻ മുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ്. നമ്മൾ പഠിച്ചു മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് ആണ്. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ എന്താണ്, അസംബ്ലി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് രണ്ടും ലോ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ്. ലോ ലെവൽ ലാംഗ്വേജ് എക്സാമ്പിളാണ് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. ഇനി മൂന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഹൈ ലെവൽ, നാലാം ജനറേഷനിലും അഞ്ചാം ജനറേഷനിലും ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ഇനി ഓരോ കമ്പ്യൂട്ടർ ജനറേഷൻസിൻ്റെയും പീരീഡാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിങ്ങനെ ചോദിച്ചിട്ടില്ല, എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ഓരോ ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെയും പീരീഡ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടല്ലോ കമ്പ്യൂട്ടർ ജനറേഷനെ പറ്റി നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ്. എക്സ്ട്രാ കുറച്ച് പോയിന്റ്സ് കൂടി ഇവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏനിയാക്ക് പഠിച്ചതാണ് അല്ലേ. ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഏനിയാക്ക് എന്ന് നമ്മൾ പഠിച്ചു. ആദ്യത്തെ കമ്പ്യൂട്ടർ ഒരു വലിയ ഹാളിൻ്റെ വലുപ്പം ഉണ്ടായിരുന്നു ഏനിയാക്കിന്. വേഗം കുറഞ്ഞ പ്രോസസ്സിംഗ് ആയിരുന്നു ഏനിയാക്ക്. ഏനിയാക്ക് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിൽ എഴുതിയാണ് അല്ലേ, ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ. IBM ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ പുറത്തിറക്കുന്നത് ഏത് വർഷമാണ്? 1952 1952 IBM ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ പുറത്തിറക്കുന്നത്. ഏതാണ്? IBM 701. ഏനിയാക്ക് ഏത് വർഷമാണ്? 1946 നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. 1946 ഏനിയാക്ക് നിർമ്മിച്ചത്. 1952 ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടറായ IBM 701 നിർമ്മിച്ചത്. നെക്സ്റ്റ് 1970 ലോകത്തിലെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ദ കെൻബക്ക് 1 ആണ് ലോകത്തിലെ ആദ്യത്തെ PC. ദ കെൻബക്ക് 1 ലോകത്തിലെ ആദ്യത്തെ PC ആയ കെൻബക്ക് 1 നിർമ്മിച്ചത് 1970. ഇനി ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ആപ്പിൾ കമ്പനിയാണ് പുറത്തിറക്കിയത്. 1983 ആദ്യത്തെ GUI ഇൻ്റർഫേസിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ പുറത്തിറക്കിയത്. എൻ്റെ പേരെന്താണ്? ലിസ എന്നാണ് ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ പേര്. നോട്ട് ചെയ്യുക. GUIയുടെ ഫുൾ ഫോം എക്സാമിന് ചോദിക്കുന്നതാണ്. GUIയുടെ ഫുൾ ഫോം എന്താണ്? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഈ സ്ലൈഡിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏനിയാക്ക് ഏത് വർഷമാണ്? 1946 IBM 701 1952. ദ കെൻബക്ക് 1 1970. 1983 ലിസ ആദ്യത്തെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലുള്ള പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിൾ കമ്പനി പുറത്തിറക്കിയത്. ഇനി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഏതാണ്? മിക്ക എക്സാമിനും ചോദിക്കുന്നതാണ്. ഏത് വർഷമാണ്? 1985 1985 മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 1985. ഗ്നു ലിനക്സ് എന്ന സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ഏതാണ്? 1992. ഓക്കെ, ഇനി സ്മാർട്ട് ഫോൺ യുഗം തുടങ്ങുന്നത് 2000 കേട്ടോ. സ്മാർട്ട് ഫോൺ യുഗം തുടങ്ങുന്നത് 2000 ഒരു സ്മാർട്ട് ഫോണാണ് എറിക്സൺ R380. സ്മാർട്ട് ഫോൺ യുഗം തുടങ്ങുന്നത് 2000 എറിക്സൺ R380. 2006 മാക്ബുക്ക് പ്രോ എന്ന ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ലാപ്ടോപ്പ് ആപ്പിൾ കമ്പനി പുറത്തിറക്കിയത്. ആപ്പിൾ കമ്പനി മാക്ബുക്ക് പ്രോ എന്ന ഉയർന്ന പ്രവർത്തന ശേഷിയുള്ള ലാപ്ടോപ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2006 2006. ഇനി ആൻഡ്രോയിഡ് സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് ഏത് വർഷമാണ്? സ്മാർട്ട് ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള OS പുറത്തിറക്കിയത് 2008. ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾക്ക് ലിനക്സ് അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയത് 2008 പഠിക്കാം.
ഇനി ക്രെഡിറ്റ് വലിപ്പമുള്ള റാസ്ബെറി പൈ എന്ന കമ്പ്യൂട്ടർ ഏത് വർഷമാണ് നിർമ്മിച്ചത്? 2012 റാസ്ബെറി പൈ എന്ന ക്രെഡിറ്റ് വലിപ്പമുള്ള കമ്പ്യൂട്ടർ നിർമ്മിച്ചത് 2012. 10 പോയിന്റ്സുകളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയത് 1985 ലിനക്സ് 1992. സ്മാർട്ട് ഫോൺ യുഗം തുടങ്ങുന്നത് 2000 കേട്ടോ. 2000. മാക്ബുക്ക് പ്രോ ഏത് വർഷമാണ്? 2006. ആൻഡ്രോയിഡ് 2008 പുറത്തിറക്കുന്നത്. റാസ്ബെറി പൈ എന്ന ക്രെഡിറ്റ് വലിപ്പമുള്ള കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് 2012. ഇത്രയും ഓരോന്നും ഓരോ പോയിന്റ്സ് ആയിട്ട് ആ ഒരു ടൈം ലൈനായിട്ട് തന്നെ എഴുതുക. ഇനി നമുക്ക് കുറച്ച് ചോദ്യം ഇവിടെ നോക്കാം. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങിയ വർഷം ഏതാണ്? പഴച്ചയാണ് അല്ലേ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1985. 1985. ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ ഓപ്ഷൻ എ യൂണിവാക് ആണ് കേട്ടോ. യൂണിവാക് ആണ് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ. യൂണിവാക്കിന്റെ ഫുൾ ഫോം എന്താണ്? യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ആണ് യൂണിവാക്കിന്റെ ഫുൾ ഫോം. യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്നൊരു ബേസികമാണ്. അടുത്ത ചോദ്യം, ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റ് നൽകുന്ന വസ്തുതകളെ നമ്മൾ എന്താണ് പറയുന്നത്? ഡേറ്റ എന്നാണ് അല്ലേ? ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇൻപുട്ട് യൂണിറ്റ് നൽകുന്ന വസ്തുതകളെ എന്താണ് പറയുന്നത്? ഡേറ്റ എന്നാണ് പറയുന്നത്. ഡേറ്റ പ്രോസസ്സിങ്ങിന്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ എന്താണ്? ഡേറ്റ പ്രോസസ്സിങ്ങിന്റെ ഫലമായി ഔട്ട്പുട്ടിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ ഇൻഫർമേഷൻ. ഡേറ്റ പ്രോസസ്സിങ്ങിന്റെ ഫലമായിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളെ ഇൻഫർമേഷൻ എന്നാണ് പറയുന്നത്. ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻപുട്ട് യൂണിറ്റിൽ നൽകുന്ന വസ്തുതകളെ എന്താണ് പറയുന്നത്? ഡേറ്റ എന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ യൂസ് ഡാഷ് ഫോർ സർക്യൂട്ടറി. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നത് എന്താണ്? സർക്യൂട്ടറിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് എ വാക്യൂം ട്യൂബ്സ് ആണ് അല്ലേ? ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ സർക്യൂട്ടറിക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് വാക്യൂം ട്യൂബ്സ് ആണ്. ദ ടേം അസോസിയേറ്റഡ് വിത്ത് പ്രോസസ്സിംഗ് സ്പീഡ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ടേം ഏതാണ്? MIPS ആണ് അല്ലേ? MIPSന്റെ ഫുൾ ഫോം എന്താണ്? മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണ് MIPSന്റെ ഫുൾ ഫോം. മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഇനി ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ എന്തിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു? നമ്പർ ഓഫ് പിക്സൽസിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു മോണിറ്ററിന്റെ റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. ദ മേജർ കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ. രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന മേജർ കമ്പോണൻറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? എ വാക്യൂം ട്യൂബ്സ്, ബി ട്രാൻസിസ്റ്റേഴ്സ്, സി ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, ഡി മൈക്രോ പ്രോസസ്സർ. ആൻസർ ഓപ്ഷൻ ബി ട്രാൻസിസ്റ്റർ ആണ് അല്ലേ? വാക്യൂം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചത് ട്രാൻസിസ്റ്റേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇൻ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ വാട്ട് വാസ് യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻസ്? ആൻസർ ഓപ്ഷൻ സി ആണ്. വാക്യൂം ട്യൂബ്സ് ആണ് ആൻസർ. ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് വാസ് ഡെവലപ്ഡ് ബൈ. ആദ്യത്തെ IC ചിപ്പ് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഇവിടെ പഠിച്ചതാണ്. IC ചിപ്പ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ജാക്ക് കിൽബി ആണ് അല്ലേ? ജെ കിൽബി. ആൻസർ ഓപ്ഷൻ സി ആണ്. ജാക്ക് കിൽബി ആണ് ആൻസർ. ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡെവലപ്പ് ചെയ്തത് ജാക്ക് കിൽബി. ഓക്കെ, 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്.